ഇടപ്പള്ളിയിലെ ട്രാഫിക്കിനെ ഭരിക്കുന്ന ചിലരുണ്ട് ഇവിടെ. തിരക്കിട്ടോടുന്നതിനിടയിൽ ചീറിപ്പായുന്ന വാഹനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി കച്ചവടം നടത്തുന്നവർ. ഇതിൽ ഒളിഞ്ഞിരിക്കുന്ന അപകടം ബന്ധപ്പെട്ടവർ പോലും കണ്ടില്ലെന്നടിക്കുന്നു. കൊച്ചിയിൽ ട്രാഫിക്കിനിടയിലൂടെയുള്ള നാടോടികളുടെ കച്ചവടം യാത്രികർക്ക് ദുരിതം വിധിക്കുകയാണ്. ഇടപ്പള്ളി വൈറ്റില റൂട്ടിലാണ് അന്യസംസ്ഥാന തൊഴിലാളികളുടെ ട്രാഫിക്കിനിടയിലുള്ള കച്ചവടം കൂടുതലായി നടക്കുന്നതായി കാണുന്നത്. ട്രാഫിക്കിൽ നിൽക്കുന്ന വാഹനങ്ങളുടെ ഇടയിലൂടെ നടന്നാണ് സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന സംഘം സൺഷീൽഡുകളും ഫോൺ ഹോൾഡറുകളും അടക്കമുള്ള വസ്തുക്കൾ വിൽക്കുന്നത്. എന്നാൽ യാത്രികർക്ക് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഇത്തരം അനധികൃത കച്ചവടത്തിന് മേലെ ബന്ധപ്പെട്ടവർ കണ്ണടയ്ക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. ഇതിലെ അപകട സാധ്യത ഉദ്യോഗസ്ഥർ കാണാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? വലിയ ഒരു മാഫിയ തന്നെയാണ് ഇത്തരം കച്ചവടങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്ന് പലർക്കും അറിയാമെങ്കിലും ഇതിനെതിരെ രംഗത്തു വരുവാൻ ഇവർ കൂട്ടാക്കുന്നില്ല എന്നത് എങ്ങോട്ടാണ് വിരൽ ചൂണ്ടുന്നത്? മാത്രമല്ല, ബൈക്ക് യാത്രികർക്ക് വെല്ലുവിളി ഉയർത്തുന്ന തരത്തിൽ കുമിളകൾ അന്തരീക്ഷത്തിലേക്ക് വിട്ടുകൊണ്ട് ഇവർ ട്രാഫിക്കിനിടയിലൂടെ നടക്കുന്നതും കച്ചവടം നടത്തുന്നതും ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്. ബൈക്ക് യാത്രികരുടെയും കാറിൽ ഗ്ലാസ് താഴ്ത്തി വാഹനം ഓടിക്കുന്നവരുടെയും കണ്ണിൽ ഇത് പതിച്ചാൽ അത് വൻ അപകടത്തിന് കാരണമായേക്കും. വാഹനങ്ങളുടെ ഗ്ലാസുകളിൽ തട്ടിയും യാത്രക്കാരെ തോണ്ടി വിളിച്ചും കച്ചവടം നടത്തുന്ന ഇവർ യാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കുന്നത്. റോഡ് അപകടങ്ങൾ അനിയന്ത്രിതമായി കൂടുന്ന സാഹചര്യത്തിൽ ഇത്തരം നിയമലംഘനങ്ങൾക്ക് കടിഞ്ഞാണിടേണ്ടതാണ്. എന്നാൽ ഇതിനെതിരെ അധികൃതർ യാതൊരു നടപടിയും എടുക്കുന്നില്ല എന്നത് എന്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്? റോഡ് സുരക്ഷാ നിയമങ്ങളെയും മനുഷ്യജീവനെയും വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള പ്രവൃത്തികൾക്ക് ഭരണത്തിലുള്ളവർ മൗനസമ്മതം നൽകുകയല്ലേ? മാത്രമല്ല, നാട് മുഴുവനും AI ക്യാമറകളും പോലീസ് ചെക്കിങ്ങുകളും ഏർപ്പെടുത്തിയ സർക്കാർ കേരളത്തിൽ ഏറ്റവും തിരക്കുള്ള കൊച്ചിയുടെ പല ഭാഗത്തും ഭീഷണി ഉയർത്തുന്ന ഇത്തരം പ്രവൃത്തികൾ കണ്ടില്ലെന്ന് അടിക്കുകയാണ്. എന്തുകൊണ്ട്? ഈ ചോദ്യം ഉയർന്നുകൊണ്ടേയിരിക്കും ഇതിനൊരു വ്യക്തമായ ഉത്തരം ലഭിക്കും വരെ.